5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റവ നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് നെയ്യുടെ അളവ് 1-2 സ്പൂൺ ആക്കി കൊടുക്കാവുന്നതാണ്. ഞാനിത് 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്ത റവയാണ് എങ്കിലും ആ ഒരു നെയ്യുടെ മണം കിട്ടാനായിട്ടാണ് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളറൊന്നും ചേഞ്ച് ആവേണ്ട. ഇതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷമായിരിക്കണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റവ നമ്മൾ 1/4 കപ്പാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡബിളാണ് പാല് ചേർത്ത് കൊടുക്കാനുള്ളത്. റവ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പോളം പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിക്കാത്തതോ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. മധുരത്തിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പോ മുന്തിരിയാണോ എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇതിനി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ ഈർപ്പൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഈർപ്പം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടുന്നതായിരിക്കും. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ എന്തെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി യെല്ലോ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുഡ് കളറും ചേർക്കുന്നില്ല. ഇനി ഞാൻ ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. ആ പാത്രത്തിലേക്ക് അടിഭാഗത്തായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടാറി വരുമ്പോൾ വിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്ന സ്പൂണിൽ കുറച്ച് എണ്ണയോ നെയ്യോ തേച്ച് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൂണിൽ ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കിട്ടുന്നതായിരിക്കും. റവ ആയതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് പോലും ഇത് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റായി കിട്ടുന്നതായിരിക്കും. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് റവ നല്ല രീതിയിൽ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ്സ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റവ കേസരിയുടെ റെസിപ്പിയാണ്. അതൊരു വേറെ രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.